KMIC, 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 KMIC News, 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 KMIC News. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News, KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. സാന്ത്വന കേന്ദ്രം ഉദ്ഘാടനവും ക്യാൻസർ ബോധവൽക്കരണ ക്യാമ്പും നാളെ ചാലിയത്ത്. മുസ്ലിം രാഷ്ട്രീയം 5 ഉപയോഗപ്പെടുത്തി ക്യാമ്പസുകളിൽ പ്രവർത്തനം ശക്തമാക്കാൻ RSS നീക്കം. അന്താരാഷ്ട്ര പണ്ഡിത സമ്മേളനത്തിന് തുർക്കി ഇസ്താംബൂളിൽ തുടക്കമായി. തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുമായി ന്യൂജൻ, വാർഡുകളിൽ വാട്സപ്പ് കമ്മിറ്റി, വോട്ടർമാരെ ഉൾപ്പെടുത്തി വാട്സപ്പ് ഗ്രൂപ്പുകൾ. ഡ്രൈവറെ കൊണ്ട് ചെരുപ്പഴിപ്പിച്ച സ്പീക്കർ വിവാദക്കുരുക്കിൽ. ചെരുപ്പഴിപ്പിച്ചത് രോഗമുള്ളതിനാലാണെന്ന് ശക്തൻ. ഇടുക്കി ജില്ലയിൽ നാളെ ഹർത്താൽ ആചരിക്കുമെന്ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതി. വാർത്തകൾ വിശദമായി. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഡ്രൈവറെക്കൊണ്ട് ചെരുപ്പ് അഴിപ്പിച്ചതെന്ന് സ്പീക്കർ N ശക്തൻ. തന്റെ ബന്ധുവും സഹായിയുമായ ബിജു താൻ ആവശ്യപ്പെടാതെ തന്നെയാണ് ചെരുപ്പ് അഴിച്ചതെന്നും സ്പീക്കർ N ശക്തൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇന്നലെ നിയമസഭാ മന്ദിരത്തിന്റെ വളപ്പിൽ കരനെൽ കൃഷിയുടെ വിളവെടുപ്പിനിടെയാണ് സ്പീക്കർ സ്വന്തം ഡ്രൈവറെക്കൊണ്ട് ചെരുപ്പ് അഴിപ്പിച്ചത്. പേഴ്സണൽ സ്റ്റാഫായ ബന്ധു ബിജുവിനെക്കൊണ്ട് ചെരുപ്പഴിപ്പിച്ചത് വിവാദമായതോടെയാണ് സ്പീക്കർ N ശക്തൻ നേരിട്ട് വിശദീകരണവുമായി എത്തിയത്. ഗുരുതരമായ കണ്ണുരോഗം കാരണം കുനിയുകയോ ഭാരം എടുക്കുകയോ കണ്ണിൽ വെയിൽ ഏൽക്കുകയോ ചെയ്യരുതെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡ്രൈവറെക്കൊണ്ട് ചെരുപ്പ് അഴിപ്പിച്ചതെന്നാണ് സ്പീക്കർ പറഞ്ഞത്. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വലിയ രീതിയിലല്ലെങ്കിലും ചെറിയ രീതിയിൽ കണ്ണിനകത്ത് ബ്ലഡ് വരാറുണ്ട്. ഈ അസുഖം സീരിയസ് ആകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ദിനചര്യയിൽ ശ്രദ്ധിക്കണം. അതിൽ ബന്ധപ്പെട്ട ഡോക്ടർമാർ എനിക്ക് നൽകിയിരിക്കുന്ന ഉപദേശം 3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ്. ഒന്ന്, ഒരു കാരണവശാലും കുനിയരുത്. കുനിഞ്ഞ് ഒരു കാര്യവും ചെയ്യരുത്. രണ്ടാമത്തേത്, കൈകൊണ്ട് വെയിറ്റുള്ള ഒരു സാധനവും എടുക്കരുത്. മൂന്നാമത്തേത്, കണ്ണിൽ ചൂടടിക്കരുത്. ഈ 3 കാര്യവും കൃത്യമായി പാലിക്കാം എന്നുണ്ടെങ്കിൽ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നതും സീരിയസ് ആകാതെ. എന്നാൽ കുനിയാൻ പാടില്ലാത്ത ആൾ കുനിഞ്ഞു നിന്ന് കൊയ്ത്ത് നടത്തുകയും പിന്നീട് കറ്റ അടിക്കുകയും ചെയ്തല്ലോ എന്ന ചോദ്യത്തിന് സ്പീക്കർ ഒഴുക്കൻ മറുപടിയാണ് നൽകിയത്. തികച്ചും ആരോഗ്യ പ്രശ്നം കാരണമാണ് ചെരുപ്പ് അഴിപ്പിച്ചതെന്നും അതല്ലാതെ പദവിയുടെ വലിപ്പം കാണിക്കുന്ന ആളല്ല താനെന്നും സ്പീക്കർ N ശക്തൻ വിശദീകരിച്ചു. അതേസമയം സ്പീക്കർ പറയുന്നത് അവിശ്വസിക്കേണ്ടതില്ലെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞു. ഇക്കാര്യം വിവാദമാക്കേണ്ടതില്ലെന്നും സുധീരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇടുക്കി ജില്ലയിൽ നാളെ ഹർത്താൽ ആചരിക്കുമെന്ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതി. ചീഫ് സെക്രട്ടറി GG തോംസൺ സമർപ്പിച്ച വിവാദ സത്യവാങ്മൂലം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹൈറേഞ്ച് സംരക്ഷണ സമിതി ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. ഹർത്താലിന് ഇടതുമുന്നണിയും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പട്ടയഭൂമിയിൽ പാറ ഖനനം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലുള്ള കേസിലാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ചീഫ് സെക്രട്ടറി സത്യവാങ്മൂലം സമർപ്പിച്ചത്. കഴിഞ്ഞ 25-ന് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ 1993-ലെ പ്രത്യേക ഘട്ടമനുസരിച്ച് പട്ടയം നൽകിയ ഭൂമിയെല്ലാം വനഭൂമിയാണെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കുന്ന സത്യവാങ്മൂലം പിൻവലിച്ച് ഈ പട്ടയഭൂമി റവന്യൂ ഭൂമിയാണെന്ന് പുതിയ സത്യവാങ്മൂലം നൽകാൻ സർക്കാർ അടിയന്തര നടപടിയെടുക്കണമെന്ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഇന്ത്യൻ സാഹിത്യലോകം പ്രതിഷേധത്തിലാണ്. ബീഫ് വിഷയം, ദാദ്രി സംഭവം എന്നീ വിഷയങ്ങളിൽ പ്രധാനമന്ത്രി മൌനം പാലിച്ചതിനെ തുടർന്നാണ് എഴുത്തുകാർ പുരസ്കാരങ്ങൾ തിരികെ നൽകിയത്. ഒരു ദിവസം 12ഓളം കലാകാരന്മാർ പുരസ്കാരം തിരിച്ചു നൽകി കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളിൽ പ്രതിഷേധം രേഖപ്പെടുത്തി.
മോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഭരിക്കുന്ന രാജ്യത്ത് അടിച്ചമർത്തലും അസഹിഷ്ണുതയുമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ അവസ്ഥയിൽ മനമടുത്ത് 41 കലാകാരന്മാരാണ് പുരസ്കാരം തിരിച്ചു നൽകിയത്. അന്ധവിശ്വാസത്തിനും അനാചാരത്തിനുമെതിരെ ശബ്ദമുയർത്തിയ കന്നഡ എഴുത്തുകാരൻ കലബർഗിയുടെ വധത്തിൽ ബിജെപിക്കുള്ള പങ്കും എഴുത്തുകാരെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതേസമയം എഴുത്തുകാരുടെ പ്രതിഷേധത്തെ സർക്കാർ പരിഗണിക്കുന്നില്ല. രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ് പ്രതിഷേധമെന്നാണ് സർക്കാരിന്റെ വ്യാഖ്യാനം. കേന്ദ്ര സാംസ്കാരിക വകുപ്പ് മന്ത്രി മഹേഷ് ശർമ്മ എഴുത്തുകാർക്കെതിരെ നടത്തിയ പരാമർശം ഏറെ വിവാദമായിരുന്നു. അവർ എഴുതാൻ കഴിയില്ലെന്ന് പറയുകയാണെങ്കിൽ എഴുത്ത് നിർത്തട്ടെയെന്നായിരുന്നു സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ പരാമർശം. തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും ഇനി ന്യൂജനാണ്. വാർഡുകളിൽ വാട്സ്ആപ്പ് കമ്മിറ്റി, വോട്ടർമാരെ ഉൾപ്പെടുത്തി നിറയെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ. ഇക്കുറി തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രങ്ങൾ ന്യൂജനാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വം യുവാക്കൾക്ക് കൂടുതൽ അവസരം നൽകണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയതോടെ പ്രചരണത്തിനുമുണ്ട് ഈ പുതുതലമുറ തരംഗം. സ്ഥാനാർത്ഥികൾക്കായി ചുമരെഴുത്തുകൾ അത്ര ശക്തമല്ല. ചായക്കടകളിലും കവലകളിലും ചൂടൻ ചർച്ചയില്ല. അതുകൊണ്ടുതന്നെ ന്യൂ ജനറേഷൻ കാലത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണം മുന്നേറുന്നത് നവസാമൂഹിക ചുമരുകളിലാണ്. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ട്വിറ്ററിലുമൊക്കെ പ്രചരണം കനക്കുകയാണ്. ഗ്രാമപഞ്ചായത്തുകളുടെ ഓരോ വാർഡുകളും കേന്ദ്രീകരിച്ച് വാട്സാപ്പ് കമ്മിറ്റികളും ഉണ്ടാക്കിക്കഴിഞ്ഞു. ഓരോ വാർഡിലെയും വോട്ടർമാരെ ഉൾപ്പെടുത്തി പാർട്ടികൾ വാട്സാപ്പ് ഗ്രൂപ്പുകളും തുടങ്ങിയിട്ടുണ്ട്. സ്ഥാനാർത്ഥികളുടെ ഗുണവിശേഷങ്ങൾ ഉൾക്കൊള്ളിച്ച് നിരവധി പോസ്റ്റുകളാണ് ദിനേന വരുന്നത്. സ്ഥാനാർത്ഥിയുടെ വിദ്യാഭ്യാസ യോഗ്യതകളും മുൻപരിചയവും വാർഡിലെ സ്വീകാര്യതയും ഒപ്പം കുടുംബപേരുകളടക്കം അരിച്ചുപെറുക്കി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. ഭരണസമിതിയുടെ നേട്ടങ്ങളുമായി നിലവിലെ ഭരണക്കാരും നടപ്പാകാതെ പോയവയെക്കുറിച്ച് പ്രതിപക്ഷവും വിവരങ്ങൾ നിരത്തുന്നുണ്ട്. പ്രചരണ ചിലവ് 10,000-ൽ ഒതുക്കിയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടിനെ മറികടക്കാനും ന്യൂജൻ മാർഗം സഹായകമാണ്. ഒരു നിയന്ത്രണവും ഇല്ലാത്തതിനാൽ പ്രചരണത്തിന് ചുക്കാൻ പിടിക്കാൻ സ്ഥലത്തെ പ്രധാന സാമൂഹിക മാധ്യമ പ്രവർത്തകരെ തപ്പി നടക്കുകയാണ്. ഏതുനേരവും മൊബൈലിലും ഫേസ്ബുക്കിലും മേയുന്നവർക്കാണ് നറുക്ക് വീഴുക. വാട്സാപ്പ് പ്രചരണത്തിന് പ്രവാസികളെയാണ് അധികം ഉപയോഗിക്കുന്നത്. നാട്ടിലുള്ളവർ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി മുന്നേറുമ്പോൾ വാട്സാപ്പിലൂടെ നൽകുന്ന പടങ്ങളും നിർദ്ദേശങ്ങളും ആക്ഷേപഹാസ്യങ്ങളും ഗൌരവകരമായ ചിന്തകളുമായി പ്രവാസികൾ പ്രചരിപ്പിക്കും. യുവാക്കളെ അവഗണിക്കുന്നതിനെതിരെ ഷർട്ടൂരി ബനിയൻ ധരിച്ച് ന്യൂജൻ പ്രതിഷേധ പ്രകടനവും കഴിഞ്ഞ ദിവസം തൃശൂർ നഗരത്തിൽ നടന്നിരുന്നു. വാർഡു തലങ്ങളിലെ മത്സരങ്ങൾ ബന്ധുക്കളും നാട്ടുകാരും അറിയുന്നവരും തമ്മിലായതിനാൽ സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള പ്രചരണത്തിൽ അതിരുകടക്കരുതെന്ന നിർദ്ദേശവും ഇവയിൽ പ്രചരിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം നവംബർ 7-ന് വരുന്നതോടെ അവസാനിക്കുമെന്നും തുടർന്നും ബന്ധങ്ങൾക്ക് വിള്ളലില്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന നിർദ്ദേശവുമായി പഴയ തലമുറയുടെ നന്മയുടെ സന്ദേശവും ഈ ചുമരുകളിൽ കാണാം. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. മുസ്ലിംകളെ സംഘടിപ്പിക്കാൻ ലക്ഷ്യമിട്ട് RSS രൂപം നൽകിയ മുസ്ലിം രാഷ്ട്രീയ മഞ്ച് കേന്ദ്ര സർവകലാശാലകളിലെ ക്യാമ്പസുകളിൽ സജീവമാക്കാൻ നീക്കം. വിവിധ സർവകലാശാലകളിൽ ABVPയുടെ വിജയത്തിന് പിന്നാലെയാണ് ക്യാമ്പസുകളിലെ മുസ്ലിം വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കാൻ മുസ്ലിം രാഷ്ട്രീയ മഞ്ചിനെ കരുവാക്കി RSS പുതിയ നീക്കം നടത്തുന്നത്. ഇതിന്റെ ആദ്യഘട്ടമായി മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ 84-ാം ജന്മദിനമായ ഇന്ന് സ്റ്റുഡൻസ് ഡേ എന്ന പേരിൽ ന്യൂഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ സെമിനാർ സംഘടിപ്പിച്ചിട്ടുണ്ട്. RSS ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും മാലേഗാവ് സ്ഫോടനക്കേസിന്റെ സൂത്രധാരനെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്യുന്ന ഇന്ദ്രേഷ് കുമാറാണ് മുഖ്യപ്രഭാഷകൻ. കൂടാതെ BJPയോട് അനുഭാവം പുലർത്തുന്ന മുസ്ലിം ബുദ്ധിജീവികളെയും പരിപാടിക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റി, JNU, ജാമിയ മില്ലിയ തുടങ്ങിയ കേന്ദ്ര സർവകലാശാലകളിൽ ഇതിനോടകം രാഷ്ട്രീയ മഞ്ച് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. സെമിനാർ വിജയിപ്പിക്കുന്നതിനായി ഈ സർവകലാശാലകൾക്ക് ഓരോ പ്രോഗ്രാം കോർഡിനേറ്റർമാരെയും നിയമിച്ചിട്ടുണ്ട്. ഡൽഹി സർവകലാശാലയിലും JNUവിലും RSS വിദ്യാർത്ഥി സംഘടന ABVP പ്രവർത്തനം ശക്തമാണ്. ഈ സ്വാധീനം മുസ്ലിം വിദ്യാർത്ഥികളിലേക്ക് കൂടി വ്യാപിപ്പിക്കാനാണ് പുതിയ നീക്കം. 2002-ലാണ് മുസ്ലിംകൾക്കിടയിൽ പ്രവർത്തിക്കുന്നതിനായി RSS മുസ്ലിം മഞ്ച് എന്ന പേരിൽ പോഷക സംഘടനയ്ക്ക് രൂപം നൽകിയത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് BJPയുടെ പ്രചാരണത്തിന് രാഷ്ട്രീയ മഞ്ചിനെ RSS കൃത്യമായി ഉപയോഗപ്പെടുത്തിയിരുന്നു. സെമിനാറിന് ശേഷം സർവകലാശാലകളിൽ അനുഭാവം പുലർത്തുന്ന മുസ്ലിം വിദ്യാർത്ഥികളെ ഉപയോഗപ്പെടുത്തി സംഘടന കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഊർജിതമാണ്. ഓമശ്ശേരി കൂടത്തായി വാർഡിനെ ചൊല്ലിയുള്ള തർക്കം പരിഹരിക്കാനാവാതെ മുസ്ലിം ലീഗ് നേതൃത്വം പ്രതിരോധത്തിൽ. പാർട്ടി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച പഞ്ചായത്ത് ലീഗ് സെക്രട്ടറിക്കെതിരെ വാർഡ് സെക്രട്ടറി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ആഴ്ചകളായി തുടരുന്ന സീറ്റ് തർക്കത്തെ തുടർന്ന് ചൊവ്വാഴ്ച രാത്രി നടന്ന മാരത്തോൺ ചർച്ചകൾക്ക് ശേഷമാണ് പഞ്ചായത്ത് ലീഗ് സെക്രട്ടറിയായ കുഞ്ഞമ്മദ് കൂടത്തായിയെ ലീഗ് നേതൃത്വം കൂടത്തായി വാർഡിലെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. എന്നാൽ ഇന്നലെ കുഞ്ഞമ്മദ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ഉടനെ 100ഓളം പ്രവർത്തകർക്കൊപ്പം പ്രകടനമായി എത്തിയ കൂടത്തായി വാർഡ് മുസ്ലിം ലീഗ് സെക്രട്ടറി AK അസീസ് പത്രിക സമർപ്പിക്കുകയായിരുന്നു.
കാലങ്ങളായി ലീഗിന്റെ ഉറച്ച സീറ്റായ കൂടത്തായിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ലീഗ് നേതൃത്വത്തിന് വലിയ തലവേദനയായിരിക്കുകയാണ്. ടിപ്പർ ലോറിയും ബസ്സും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. ടിപ്പർ ഡ്രൈവർ കൊടുവള്ളി കിഴക്കോത്ത് കച്ചേരിമുക്ക് കണ്ടത്തിൽ മുഹമ്മദ്, ലോഡിംഗ് തൊഴിലാളി കച്ചേരിമുക്ക് കാവിലുമാരം തലപ്പടിക്കൽ അയമോ എന്നിവരാണ് മരിച്ചത്. ബസ് യാത്രക്കാരായ 20ഓളം പേർക്ക് പരിക്കേറ്റു. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് ബാംഗ്ലൂർ ദേശീയപാതയിൽ കൊടുവള്ളി പാലക്കുറ്റിയിൽ ഇന്നലെ രാവിലെ 8:30യോടെയായിരുന്നു അപകടം. കോഴിക്കോട് നിന്നും സുൽത്താൻ ബത്തേരിക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സും എതിരെ വന്ന ടിപ്പറുമാണ് അപകടത്തിൽപ്പെട്ടത്. താമരശ്ശേരി ഭാഗത്തു നിന്നും കരിങ്കലുമായി അമിതവേഗതയിലെത്തിയ ടിപ്പർ മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെ ബസ്സിൽ ഇടിക്കുകയായിരുന്നു. ടിപ്പറും ബസ്സിന്റെ മുൻഭാഗവും പൂർണ്ണമായും തകർന്നു. ടിപ്പറിലുണ്ടായിരുന്ന കരിങ്കല്ല് യാത്രക്കാരുടെ ദേഹത്തേക്ക് തെറിച്ചു വീണു. അപകടത്തെ തുടർന്ന് 1 മണിക്കൂറോളം ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. കൊടുവള്ളി പോലീസും നാട്ടുകാരും ചേർന്നാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഗൾഫ് വാർത്തകൾ. പ്രവാസഭൂമികയിൽ സർഗാത്മകതയുടെ പുത്തൻ പ്രതീക്ഷകൾക്ക് നിറം പകരുന്ന ഇസ്ലാമിക കലാമാമാങ്കമായ റിസാല സ്റ്റഡി സർക്കിൾ RSC സാഹിത്യോത്സവിന്റെ UAE റാസൽഖോർ സെക്ടർ തല മത്സരങ്ങൾക്ക് നാളെ രാവിലെ 9 മണി മുതൽ റാഷിദിയ ബോയ്സ് സ്കൂളിൽ തുടക്കമാകും. ചെയർമാൻ സൈദുദ്ദീൻ സൈദിയുടെ അധ്യക്ഷതയിൽ മുഹമ്മദ് കുഞ്ഞി സഖാഫി കണ്ണപുരം ഉദ്ഘാടനം ചെയ്യും. അലി മദനി, ബഷീർ ഹാജി ആവീർ, ഹക്കീം ഹാജി കല്ലാച്ചി, നജമുദ്ദീൻ തുടങ്ങി പ്രമുഖർ സംബന്ധിക്കും. പ്രൈമറി, ജൂനിയർ, സെക്കൻഡറി, സീനിയർ, ജനറൽ വിഭാഗങ്ങളിലായി 49 ഇനങ്ങളിൽ മത്സരങ്ങൾ നടക്കും. റാഷിദിയ, അവീർ, ഇന്റർനാഷണൽ സിറ്റി, ഖവാനീജ്, മിർദീഫ് തുടങ്ങിയ 7 യൂണിറ്റ് മത്സരങ്ങളിലെ വിജയികളായ 200ഓളം പ്രതിഭകൾ മാറ്റുരക്കും. വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന സമാപന സംഗമം പ്രമുഖ സാഹിത്യകാരനും പൂങ്കാവനം കുടുംബമാസിക എഡിറ്ററുമായ ഇബ്രാഹിം ടിയൻപുരം ഉദ്ഘാടനം ചെയ്യും. മുഹമ്മദ് അലി പരപ്പമ്പൊയിൽ, ശിഹാബ് തൂണരി, അബ്ദുറഷീദ് സഖാഫി തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിക്കും. ചിത്രരചന, പ്രബന്ധരചന, ജലച്ചായം, കഥ, കവിതാരചന, സ്പോർട് മാഗസിൻ തുടങ്ങിയ സ്റ്റേജ് തര മത്സരങ്ങൾ ഇതിനകം നടന്നുകഴിഞ്ഞു. സെക്ടർ തല മത്സര വിജയികൾ ഒക്ടോബർ 30-ന് അൽ ഖിസൈസ് സ്കൂളിൽ നടക്കുന്ന ദുബായ് സോൺ സാഹിത്യോത്സവിൽ പങ്കെടുക്കും. ഫാമിലികൾക്ക് പ്രത്യേക സൌകര്യമൊരുക്കിയതായി സംഘാടകർ അറിയിച്ചു. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. SSF ജിന്ദാബാദ്, SSF ജിന്ദാബാദ്, SSF ജിന്ദാബാദ്, SSF ജിന്ദാബാദ്. സമരമുഖങ്ങളിൽ നിറവിരി മാറുവിരിച്ചിവർ പാടിപ്പടപ്പാട്ട്. സഹനപദങ്ങളിൽ വിജയധ്വജം മൂവർണ്ണമിലേന്തിത മുന്നോട്ട്. സമരമുഖങ്ങളിൽ നിറവിരി മാറുവിരിച്ചിവർ പാടിപ്പടപ്പാട്ട്. സഹനപദങ്ങളിൽ വിജയധ്വജം മൂവർണ്ണമിലേന്തിത മുന്നോട്ട്. SSF ജിന്ദാബാദ്, SSF ജിന്ദാബാദ്, SSF ജിന്ദാബാദ്, SSF ജിന്ദാബാദ്. ധാർമ്മിക വീഥികൾ ആത്മീയ കൈത്തിരിയാലെ പ്രകാശിതമാക്കാം. വിപ്ലവ കാവ്യമുരത്തു മനങ്ങളിൽ ഉന്മത്തൻ പൂവനി തീർക്കാം. ധാർമ്മിക വീഥികൾ ആത്മീയ കൈത്തിരിയാലെ പ്രകാശിതമാക്കാം. വിപ്ലവ കാവ്യമുരത്തു മനങ്ങളിൽ ഉന്മത്തൻ പൂവനി തീർക്കാം. അധർമ്മമിലേറിയ യുവഹൃദയങ്ങളിൽ നന്മ വിളക്കുകൾ തെളിയിക്കാം. അധർമ്മമിലേറിയ യുവഹൃദയങ്ങളിൽ നന്മ വിളക്കുകൾ തെളിയിക്കാം. വിളിക്കുതിഗന്ധം മുഴക്കയുറക്കെ ധാർമ്മിക വിപ്ലവം ജിന്ദാബാദ്. SSF ജിന്ദാബാദ്, SSF ജിന്ദാബാദ്, SSF ജിന്ദാബാദ്, SSF ജിന്ദാബാദ്. സമരമുഖങ്ങളിൽ നിറവിരി മാറുവിരിച്ചിവർ പാടിപ്പടപ്പാട്ട്. സഹനപദങ്ങളിൽ വിജയധ്വജം മൂവർണ്ണമിലേന്തിത മുന്നോട്ട്. SSF. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. തുർക്കി സർക്കാരിന് കീഴിലെ മതകാര്യ വകുപ്പ് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര പണ്ഡിത സമ്മേളനത്തിന് പ്രൌഢമായ തുടക്കം. 4 ദിവസം നീണ്ടുനിൽക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത് ഓൾ ഇന്ത്യ സുന്നി എഡ്യൂക്കേഷൻ ബോർഡ് ട്രഷറർ മൌലാന മുഹമ്മദ് അഷ്റഫ് കിച്ചൈച്ചെവിയും മർക്കസ് ഡയറക്ടർ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരിയും പങ്കെടുത്തു. സമ്മേളനം നാളെ സമാപിക്കും. ആഗോളതലത്തിൽ മുസ്ലിം സമൂഹത്തിന്റെ ഉന്നമനത്തിനാവശ്യമായ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാനും തീവ്രവാദ നിലപാടുകളിലേക്ക് വഴിമാറിപ്പോവുന്നത് തടയുന്നതിനുമുള്ള ഫലപ്രദമായ നിലപാടുകളും നയങ്ങളും രൂപവൽക്കരിക്കുന്നതിനുമാണ് സംഗമം സംഘടിപ്പിച്ചത്.
മുസ്ലിം രാജ്യങ്ങളും സമൂഹവും തമ്മിലുള്ള ബന്ധം കാര്യക്ഷമമാക്കുക, മതസ്ഥാപനങ്ങൾ തമ്മിലുള്ള ഉടമ്പടികൾക്ക് രൂപം നൽകുക, വ്യത്യസ്തമായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ പരിചയപ്പെടുത്തുകയും വിശകലനം നടത്തുകയും ചെയ്യുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് ഈ വർഷത്തെ പണ്ഡിത സംഗമത്തിനുള്ളതെന്ന് തുർക്കി മതകാര്യ വിഭാഗം അറിയിച്ചു. തുർക്കി മതകാര്യ വിഭാഗം പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് ഗോർബസ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി പ്രബന്ധം അവതരിപ്പിച്ചു. SYS കടലുണ്ടി സർക്കിളിൽ സാന്ത്വന കേന്ദ്രം ഉദ്ഘാടനവും ക്യാൻസർ ബോധവൽക്കരണ ക്യാമ്പും നാളെ വൈകുന്നേരം 5 മണിക്ക് ചാലിയം പള്ളി മൈതാനിയിൽ നടക്കും. SYS കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് തുറാബ് തങ്ങൾ സാന്ത്വന കേന്ദ്രവും എളമരം കരീം MLA മെഡിക്കൽ ക്യാമ്പും ചാലിയം മഹല്ല് പ്രസിഡന്റ് AP അബ്ദുൽ കരീം ഹാജി ഹെൽത്ത് കാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്യും. മെഡിക്കൽ ക്യാമ്പിന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രൊഫസർ ഡോക്ടർ EN അബ്ദുൽ ലത്തീഫ്, കോട്ടക്കൽ ആര്യവൈദ്യശാല പ്രൊഫസർ ഡോക്ടർ വിനോദ് R വാര്യർ, ഹോമിയോ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ KL ബാബു, മർക്കസ് യുനാനി മെഡിക്കൽ കോളേജ് പ്രൊഫസർ ഡോക്ടർ UK മുഹമ്മദ് ഷെരീഫ് തുടങ്ങിയവർ നേതൃത്വം നൽകും. സാന്ത്വനത്തിന്റെ ഭാഗമായി കടലുണ്ടി പഞ്ചായത്തിലെ പരിധിയിലെ നിർധനരായ 100-ലധികം രോഗികൾക്ക് സൌജന്യ മെഡിക്കൽ കാർഡ് വിതരണവും നടത്തും. കണ്ണൂരിൽ SYS സാന്ത്വന സംഗമം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. SYS നടപ്പിലാക്കുന്ന സാമൂഹിക ക്ഷേമ സാന്ത്വന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ദാറുൽ ഖൈർ ഭവന പദ്ധതിയുടെ കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം ഈ മാസം 17-ന് രാവിലെ 10-ന് തളിപ്പറമ്പ് ടൌൺ സ്ക്വയറിൽ അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. സമസ്ത കേന്ദ്ര മുശാവറ ട്രഷറർ കൻസുൽ ഉലമ KP ഹംസ മുസ്ലിയാർ ചിത്താരി അധ്യക്ഷത വഹിക്കും. സംഗമത്തിൽ ദാറുൽ ഖൈർ ഭവന പദ്ധതിയുടെ 2 വീടുകളുടെ ശിലാസ്ഥാപനവും നടക്കും. മെഡിക്കൽ എക്യുപ്മെന്റ്സ് വിതരണം, വെൽഫെയർ ഹെൽപ്പ് തുടങ്ങിയവയും നടക്കും. കഴിഞ്ഞ മാർച്ചിൽ മലപ്പുറത്ത് വെച്ച് നടന്ന സംഘടനയുടെ 60-ാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ചാണ് ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൂടി ഉൾപ്പെടുന്ന കർമ്മ പദ്ധതി മുന്നോട്ട് വെച്ചത്. ഇതോടനുബന്ധിച്ച് തിരുവനന്തപുരം RCCക്ക് സമീപത്തായി നിർമ്മിക്കുന്ന 15 കോടി മതിപ്പ് ചിലവ് പ്രതീക്ഷിക്കുന്ന സാന്ത്വന കേന്ദ്രം കേരളത്തിലെ പാവപ്പെട്ടവർക്കായി അടുത്ത് തന്നെ സമർപ്പിക്കും. സാന്ത്വന സംഗമം ഉദ്ഘാടന സംഗമത്തിൽ സയ്യിദ് ഹാമിദ് കോയമത്തങ്ങൾ മാട്ടൂൽ, KP അബൂബക്കർ മുസ്ലിയാർ, N അഷ്റഫ് സഖാഫി കടവത്തൂർ, PK അബൂബക്കർ മുസ്ലിയാർ, KP കമാലുദ്ദീൻ മൗലവി, മുഹമ്മദ് റഫീഖ് അമാനി തട്ടുമൽ തുടങ്ങിയവർ പ്രസംഗിക്കും. ജില്ലാ പ്രസിഡന്റ് N അബ്ദുൽ ലത്തീഫ് സാദി പഴശ്ശി പ്രമേയ പ്രഭാഷണം നടത്തും. പത്രസമ്മേളനത്തിൽ PK അബൂബക്കർ മൗലവി, PK ആലിക്കുഞ്ഞി ദാരിമി, K അബ്ദുൾ റഷീദ് മാസ്റ്റർ, KP അബ്ദുസമദ് അമാനി പട്ടുവം തുടങ്ങി പ്രമുഖർ സംബന്ധിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുസ്ലിം രാഷ്ട്രീയ മഞ്ചിനെ ഉപയോഗപ്പെടുത്തി ക്യാമ്പസുകളിൽ പ്രവർത്തനം ശക്തമാക്കാൻ RSS നീക്കം. ഡ്രൈവറെ കൊണ്ട് ചെരുപ്പഴിപ്പിച്ച സ്പീക്കർ വിവാദക്കുരുക്കിൽ. ചെരുപ്പഴിപ്പിച്ചത് രോഗമുള്ളതിനാലാണെന്ന് ശക്തൻ. അന്താരാഷ്ട്ര പണ്ഡിത സമ്മേളനത്തിന് തുർക്കി ഇസ്താംബൂളിൽ തുടക്കമായി. തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുമായി ന്യൂജൻ, വാർഡുകളിൽ വാട്സ്ആപ്പ് കമ്മിറ്റി, വോട്ടർമാരെ ഉൾപ്പെടുത്തി വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ. ഇടുക്കി ജില്ലയിൽ നാളെ ഹർത്താൽ ആചരിക്കുമെന്ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതി. സാന്ത്വന കേന്ദ്രം ഉദ്ഘാടനവും ക്യാൻസർ ബോധവൽക്കരണ ക്യാമ്പും നാളെ ചാലിയത്ത്. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൌദി സമയം രാത്രി 10:30-ന്, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC newstime@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.